guys, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹെന്ന ട്രൈ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ മൈലാഞ്ചി പൊടി ഉപയോഗിച്ചിട്ട് ഒരു ഹെയർ പാക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ കാച്ചെണ്ണയിൽ മൈലാഞ്ചി ഹെന്ന പൗഡറൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഹെയർ പാക്കിൽ ഇത് ആദ്യമായിട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഹെന്ന ആദ്യമായിട്ടാണ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് മുടിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താവും, ഇതിന് മുടി മൊത്തം ഫുള്ള് റെഡ് ആവോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ചെയ്ത് നോക്കാം അല്ലേ. ഞാനിവിടെ ബഞ്ചാരാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിന്റെ ആണ് ഹെന്ന പൗഡർ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് മിക്ക ഷോപ്പിൽ ഇത് വാങ്ങാൻ കിട്ടും. ഒരു 30 റുപ്പീസാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഒപ്പം ഈ ഹെന്ന മാത്രമല്ല ഈ പാക്കറ്റിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത് അഞ്ചിതൾ ചെമ്പരത്തി, ഗൂസ്ബെറീസ് ഇല്ലേ, നമ്മുടെ ഉണക്കനെല്ലിക്ക ഇല്ലേ, അത് പൊടിച്ചത്, ഭൃംഗരാജ് എല്ലാം കൂടെ മിക്സ് ആയി വന്നിട്ടുള്ളൊരു ഹെന്ന പൗഡറാണിത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഈ നീലയാമരി, ഇത് നിങ്ങൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എണ്ണ കാച്ചുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വർഷങ്ങളായിട്ട് ഈ സെയിം ബ്രാൻഡിന്റെ നീലയാമരി പൗഡറാണ് വാങ്ങാറുള്ളത്. ഇത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഒന്ന് നന്നായിട്ട് സ്ട്രെങ്തൻ ആവാൻ, അതൊരു ശക്തി കിട്ടി എന്നൊക്കെ പറയില്ലേ, ബലം വെച്ച പോലൊക്കെ തോന്നും. അതുപോലെ തന്നെ ഒരുപാട് ബേബി ഹെയർസ് ഉണ്ടാവാനും മുടി നല്ല ബ്ലാക്ക് കളറിൽ വരാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് എൻ്റെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു സമയം തൊട്ടേ ഞാനിത് ഇടാറുള്ളതാണ് എണ്ണ കാച്ചുന്ന സമയത്ത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബൗൾ എടുക്കാം. അതിൽ വെള്ളമായി ഒന്നും ഇല്ലാത്തതായിരിക്കണം, കറിയും കൂട്ടാനൊന്നും വെച്ചതാവല്ല. നല്ലൊരു ബൗൾ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ഹെന്ന പൗഡർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നീലയാമരിയുടെ പൗഡറാണ്. പിന്നെ ഈ ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. സോ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഒരു സ്പൂൺ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാച്ചെണ്ണ തന്നെയാണ് കുറച്ച് ഡ്രോപ്സ് ആയിട്ട് നിങ്ങൾ മുമ്പ് കണ്ടു കാണും. ഈ ഓയിലിൽ മണ്ടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടോ, അതാണ് ആ ഓയിൽ ഞാൻ ഒഴിച്ചതാണ്. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് വീട്ടിൽ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിവിടെ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അലോവേര ജെല്ലിൻ്റെ പാക്കറ്റാണ്. അതിനകത്തുനിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് ഒരു 2-3 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേരാണോ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാൽ മതിയാവും. ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മളിതിൽ തേയിലയില്ലേ, നമ്മുടെ ടീ പൗഡർ, അത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതും, അതല്ലെങ്കിൽ കോഫി പൗഡർ, ഒരു എഗ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അതിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഇതുവരെ തേയില വെള്ളത്തിന്റെ പൊടിയൊന്നും തലയിൽ അപ്ലൈ ചെയ്തിട്ടില്ല. അവരിതിന്റെ ബാക്കിൽ സൈഡിൽ ഹെന്നയുടെ യൂസ് എങ്ങനെയാണെന്നുള്ളിടത്ത് ഡയറക്ഷൻ ഓഫ് യൂസ് എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നോർമൽ രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഞാൻ ഇനിയും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഒരുപാടങ്ങ് വാട്ടറി ആകാൻ പാടില്ല കേട്ടോ. ഈ വെള്ളം പോലെ ആയിക്കഴിഞ്ഞുള്ള പ്രശ്നം നമ്മുടെ തലമുടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങി ഇങ്ങനെ വരും. അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വിപ്പിംഗ് ക്രീമിന്റെ ഒക്കെ ഒരു ഫോമില്ലേ, ആ ഒരു രീതിയിൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹെന്ന ആർക്കൊക്കെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെന്ന തലയിൽ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് വീക്ക്ലി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഹെയർ ഗ്രോത്തിന് ഇത് നന്നായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുമെന്നാണ് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നീലയാമരിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ 100% ഗ്യാരണ്ടി പറയാം. പക്ഷേ ഹെന്ന തേച്ചിട്ട് മുടി വളരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. വൈ? ബിക്കോസ് ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആണെങ്കിലും തലയിൽ ഒരല്പം ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വേണം ഏതൊരു ഹെയർ പാക്ക് വേണമെങ്കിലും തലയിൽ അപ്ലൈ ചെയ്യാൻ. ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒന്നും തന്നെ തലയിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്.
ഇത് അപ്ലൈ ചെയ്ത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിന്റെ ആഫ്റ്റർ വാഷ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് വാഷ് ചെയ്യണം. അതിപ്പം ഏത് ഹെയർ പാക്ക് ഇട്ടാലും അങ്ങനെ തന്നെ വേണം. ഇല്ലെങ്കിൽ അതിന്റെ ചെറിയ പൊടികളൊക്കെ ഇരുന്നിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ ബാക്കിയുള്ള ഡസ്റ്റും ഓയിലും വിയർപ്പും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഡാൻഡ്രഫും തലമുടിയിൽ മറ്റ് അസുഖങ്ങളൊക്കെ തലയിൽ ഉണ്ടാവും താരന് അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, അതൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആഫ്റ്റർ വാഷ് ആൻഡ് ആഫ്റ്റർ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തലയിൽ പിന്നെ കൊണ്ടൊന്നും നമ്മൾ എണ്ണയൊന്നും ഓയിലൊന്നും അപ്ലൈ ചെയ്യല്ല. ഹെയർ സിറം യൂസ് ചെയ്യുക, ഹെയർ ഫുള്ളി ഡ്രൈ ചെയ്യുക, നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇത് തലയിൽ നിന്ന് കംപ്ലീറ്റ്ലി കഴുകിക്കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമ്മളിത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ തലയാണ് കേട്ടോ. കാരണം ഇത് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ല. ഞാൻ പിടിച്ചിരുത്തിയതാണ് കേട്ടോ. അപ്പൊ അതിന്റെ പാടാദുരിതം പറച്ചിലാണ് കേട്ടോ ഈ കേൾക്കുന്നത്. അമ്മ ഞാനും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഇങ്ങനെ. ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട പിന്നെ എന്നെ ഇടുന്നേരം ഇപ്പൊ എന്നെ പ്രശ്നം വെളിച്ചത്ത് നിൽക്കും. എന്നാലും ഇത് എന്റെ മുഖം ഒന്നും കാണിക്കല്ലേ മുത്തേ. അമ്മ മുഖം കാണിച്ചിട്ടില്ല അമ്മേ. രാവിലെ ഒക്കെ ഓർത്തത് ആറേലും തലയാണ്. പിന്നെ ഇതെന്റെ അമ്മയുടെ തലയാന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ഇത്രയും നല്ല തല. എന്റെ ഒരവസ്ഥ. നിങ്ങൾ ഈ ലൈവൊക്കെ വരുമ്പോ ചോദിക്കല്ലോ അമ്മ എന്തിയാ ചേച്ചി അമ്മയെ കാണിക്കുന്നു. ഇതാ അവസ്ഥ. ഞങ്ങൾ രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഫുൾ ടൈം ചിരിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ റിസൾട്ട് കാണണ്ടേ. അമ്മയ്ക്ക് കുറച്ച് ചെറിയ നരയുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത പോലെ മറ്റേ കോപ്പർ ഷെയ്ഡൊക്കെ ചെയ്ത പോലെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. സോ ഗൈസ്, നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ.